വർഷങ്ങളായി നമ്മുടെ അൽ ഹറമൈനി ഹജ്ജ് ഉംറ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോകുവാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുക ആ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയ ഈമാനികമായ ആവേശവും ഓർമ്മയും ഒന്ന് പുതുക്കി വീണ്ടും വീണ്ടും ആ ഭവനത്തിൽ പോകാനുള്ള ആഗ്രഹവും താല്പര്യവും ഉണ്ടാകുന്നതിനും നമ്മുടെ ഗ്രൂപ്പ് മുഖേന നമുക്ക് കിട്ടിയ ഈ ആവേശങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് ഇതുവരെയും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്നെത്താൻ ഭാഗ്യം കിട്ടാത്തവർക്ക് അതിൻ്റെ മഹാത്മ്യവും മഹത്വവും പറഞ്ഞ് പ്രേരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് അൽഹംദുലില്ലാഹ് ബഹുമാന്യരായ ഹാജിമാരെയും ഹജ്ജുമ്മമാരെയും മുഅ്തമരീങ്ങളെയൊക്കെ ഇവിടെ ഇത്തരണത്തിൽ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൽപ്പം വൈകിയത് മനഃപൂർവ്വമായിട്ട് തന്നെയാണ്. കാരണം നമ്മൾ പലരും പരിശുദ്ധമായ ഹജ്ജ് വേളയിലും ഉംറ വേളയിലൊക്കെ മക്കത്തും മദീനയിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നവർ കുറേ നാളുകളായി പലരും ഒരു ബന്ധവുമില്ലാതെയൊക്കെ കഴിഞ്ഞുകൂടുമ്പോൾ വീണ്ടും ഒന്ന് കണ്ട് ആ ബന്ധങ്ങളൊക്കെ പുതുക്കി ഈ ലോകത്തും പരലോകത്തും നാളെ സ്വർഗലോകത്തും ഒക്കെ ഒരുമിച്ച് കൂടുന്നതിന് കാരണമായി ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പരസ്പരം സംസാരിക്കുന്നതിനും പഴയ അനുഭവങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഒരൽപ്പം വൈകിയത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. പ്രധാനമായും ഹജ്ജ് ഉംറ ഇതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഉടൻ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നവരെ യാത്ര അയക്കുക ഇത്യാദി കർമ്മങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്നത്. വളരെ വർഷങ്ങളായി നമ്മുടെ ഗ്രൂപ്പുകളുടെ നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ഉസ്താദുമാരായിരിക്കും നമ്മൾക്ക് ഹജ്ജിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞ് ഉംറയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ വളരെ ആഗ്രഹത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന, ദുനിയാവിലൊരു സ്വർഗത്തോപ്പുണ്ട് എങ്കിൽ അത് ദീനിൻ്റെ മജ്ലിസാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ സ്വർഗത്തോപ്പിലാണ് ഇരിക്കുന്നത് എന്ന ആദരവോടും ബഹുമാനത്തോടും നിയ്യത്തോടു കൂടി വേണം നാം മജ്ലിസിൽ ചെലവഴിക്കുവാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആദ്യമായി മജ്ലിസിൽ ഖിറാഅത്ത് നടക്കുന്നതിന് വേണ്ടി ഹാഫിദ് സഈദ് ഉസ്താദ് അവരെ ക്ഷണിച്ചു കൊള്ളുകയാണ്. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتغل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب
واجعله رب رضيا. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العلي العظيم. അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസിൽ ദുആ കൊണ്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി നമ്മുടെ ഗ്രൂപ്പിൻ്റെ അമീറായി പോയിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഇലാ ഹദ്റത്ത് റൂഹി നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഉസ്താദ് ദുആ. العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇവിടെ ഉണ്ടെങ്കിൽ ദുആ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ മുമ്പിലായിരിക്കുന്ന ഓർമ്മ ചിന്ത ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. നമ്മളെല്ലാവരും ഹജ്ജ് കഴിഞ്ഞ് വന്ന ആൾക്കാർ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിൽ നിന്ന് നിൽക്കുന്നവരാണ്. അത് പ്രത്യേകമായിട്ട് എല്ലാവരും ഓർമ്മ നമ്മുടെ ദുആക്ക് കബൂലാക്കാൻ അവസരങ്ങളെല്ലാം ജീവിതത്തിലായിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആമീൻ എന്ന് പറയാറുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മദീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. أوصل اللهم أمثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة
إنا إلى حضرة روح نبينا وشفيعنا وحبيبنا مولانا مصطفى محمد صلى الله عليه وسلم ثم إلى روح من نبيناه خاصة ثم إلى أرواح آبائه وأزواجه من الأنبياء والمرسلين ثم إلى أرواح آبائنا وأمهاتنا وأولادنا وأزواجنا وذرياتنا وإخواننا وأخواتنا كلهم عامة إنك على كل شيء قدير ثم إلى أرواح البدريين والعليين والحنانيين والصدقين وبسائر الصحابة كلهم أجمعين رضوان الله تعالى عليهم أجمعين ثم إلى عظمات جميع الأولياء والعلماء والعلماء والصفياء والصديقين والصالحين ثم إلى أرواح جميع أمهات المؤمنين وخديجة الكبرى وعائشة الكبرى وبسائر أمهات المؤمنين رضوان الله تعالى عليهم أجمعين اللهم اغفر لنا وارحمنا واجبرنا وارفعنا وارزقنا واهدنا وعافنا يا رب العالمين توفنا مسلمين والحقنا بالصالحين اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم رب زدنا علما نافعا وعملا متقبلا ورزقا واسعا حلالا طيبا وخلقا حسنا وقلبا خاشعا وعقلا كاملا وعلما فيك وعجلا طويلا يا رب العالمين ويا ارحم الراحمين صلاة تنجينا بها من جميع الاكوان والبريات وتسلمنا بها من جميع الاسقام والافات وتغفرنا بها من جميع السيئات وتغفر لنا بها جميع الخطايا وترفعنا بها عندك على الدرجات وتبلغنا بها السماوات من جميع الخيرات والحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العليم أن تغفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتصفي الأسقام وتعافي الآلام وأن تدفع عنا وأن أهل بلدنا وبيتنا في شؤوننا في أمورنا هذا الشق الناقع والداء القاطع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من نار قدرك والوباء واحفظنا من نورك من شر عدونا وشر الملعون ومن شر الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتوبنا من فزع الأكبر وتنجينا دار البوار وتسكننا الفردوس من دار القرار بعهد النبي مصطفى محمد صلى الله عليه وسلم يا رب العالمين اللهم اجعل قبرنا وقبره وقبورهم روضة من رياض الجنة ولا تجعل قبرنا وقبره وقبورهم حفرة من حفر النيران اللهم والبسنا والبسه من لباس الجنة يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا ارحمهما كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين صلى الله وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين آمين والحمد لله رب العالمين. നമ്മുടെ മഹനീയ സദസ്സിനെ ഒറ്റവാക്കിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൻ്റെ അമീറായിരിക്കുന്ന അബ്ദുറഹ്മാൻ ഉസ്താദ് അവരുടെ അതിൽ ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. قال الله تعالى عز وجل. ബഹുമാന ആദരവ് നിറഞ്ഞ ഉലമാക്കളെ, ഹാജിമാരെ, മുഅ്തമരീങ്ങളെ, ഹജ്ജുമ്മമാരെ, മറ്റു സാലിഹ്യങ്ങളെ, എന്നിൽ അർപ്പിതമായത് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ്. എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മേളനമാണ്, യോഗമാണ്. ഹാജിമാർ ഹജ്ജിന് പോയിട്ട് വന്നാൽ റബീഉൽ അവ്വൽ 20 വരെ അവർ ചെയ്യുന്ന ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. ഹാജിമാരും മുഅ്തമരീങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നു. അപ്പോൾ ഹാജിമാരുടെയും മുഅ്തമരീങ്ങളുടെയും ഹജ്ജുമ്മമാരുടെയും ഒരു സമ്മേളനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യമായി സംസാരിക്കുന്നത് കാരണം നമ്മൾ വളരെ 10 മണി മുതൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ നിങ്ങൾ ക്ഷേമം പരിശോധിക്കുന്നില്ല. നമ്മൾ ഈ ആദ്യമായി നമ്മൾ ഈ സമ്മേളിക്കാൻ നമ്മൾക്ക് കാരണമായ അൽ ഹറമൈനി ഹജ്ജ് ഉംറ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലാഹു തആല സ്വീകരിക്കുമാറാണ്. അതൊരു ദീനീ സേവനമായി, ദീനീ പ്രവർത്തനമായി ഖിയാമത്ത് നാൾ നിലനിൽക്കുന്ന ഒരു സംഘടനയായ പ്രവർത്തനമായി, ദീനീ പ്രവർത്തനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് ഉയർത്തപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാവരും ചെയ്ത ഹജ്ജും ഉംറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമല് കുറവാണെങ്കിൽ അല്ലാഹു സ്വീകരിക്കുക എന്നുള്ളതാണ് മഹത്തായ ഒരു ആവശ്യവും മഹത്തായ നന്മയും. കുറേ വാരി കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത ഹജ്ജും ഉംറയും യാത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തെല്ലാം അല്ലാഹു സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അമലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മറ്റുള്ള സാലിഹ്യങ്ങളോടും മുഅ്തമരീങ്ങളോടും നബിമാരോടും സാലിഹ്യങ്ങളോടും കൂടെ ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ അവിടെയും ഒരുമിച്ച് കൂടാൻ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകൾ ഉണ്ടാകാതെ നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ലിഖാ കൊണ്ട് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ മുന്നിൽ ചുരുക്കി പറയാം. ഖിയാമത്ത് നാളാവുമ്പോൾ, ലോകം അവസാനിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തവാഫ് ചെയ്ത പരിശുദ്ധ കഅബയെ കോടാനുകോടി വർഷം മുമ്പ് ആകാശഭൂമികൾ സൃഷ്ടിച്ച ഉടനെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് കോടാനുകോടി വർഷം മുമ്പ് സൃഷ്ടിക്കപ്പെട്ട അള്ളാഹു വെച്ചതായിരിക്കുന്ന ആദ്യത്തെ പള്ളിയാകുന്ന കഅബയെ, ആ കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും സ്വർഗത്തിലേക്ക് ആനാക്കാം വിശ്വാസമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വഹബിനും റളിയല്ലാഹു മുനബ്ബഹ് റളിയല്ലാഹു എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിൽ 70,000 മലക്കുകൾ 70,000 സ്വർണത്തിൻ്റെ ചങ്ങലയുമായിട്ട് കഅബത്തെ മഹശറയിലേക്ക് ആനയിക്കുവാൻ തെളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ കഅബാലയം ഒരാവശ്യം ഉന്നയിക്കും. എന്താണ് ആവശ്യം? എൻ്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്ത് കബറടക്കം ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടണം, എൻ്റെ കൂടെ ആനയിക്കപ്പെടണം എന്നാണ് ആവശ്യം. അങ്ങനെ അള്ളാഹുവിനോട് മലക്കുകൾ ചോദിക്കുകയും അതിന് അനുമതി കൊടുക്കുകയും അതിനുശേഷം വീണ്ടും കഅബാലയത്തെ
സ്വർണത്തിൻ്റെ ചങ്ങലയിട്ട് മലക്കുകൾ മഹശരയിലേക്കും സ്വർഗത്തിലേക്കും തെളിക്കുമ്പോൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്, എന്നിൽ തവാഫ് ചെയ്ത മുഴുവൻ ആളുകളെയും എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും മഹശരയിൽ. അപ്പോൾ മലക്കുകൾ പറയും, അവർ ഹജ്ജും ഉംറയെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം അവർ പല തെറ്റുകളും കുറ്റങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ വീണ്ടും ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കുക. എന്തിനാണ് അനുവാദം കൊടുക്കുന്നത്? പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്ത മുഴുവൻ ആളുകളെയും മഹ്ശറിലേക്കും സ്വർഗത്തിലേക്കും തെളിക്കപ്പെടാൻ അനുവാദം കൊടുത്തതിന് ശേഷം മാത്രമാണ് പരിശുദ്ധ കഅബാലയത്തെ മഹ്ശറിലേക്ക് ആനയിക്കപ്പെടുന്നത്. ആ ഭാഗ്യം നമ്മൾ ചെയ്ത തവാഫും ഉംറയെല്ലാം അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തോടൊപ്പം മഹശരയിലും അവർ സ്വർഗത്തിലും എത്തിച്ചേരുവാനുള്ള മഹാഭാഗ്യം നമ്മൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മളെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾക്ക് നന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകാനും വീണ്ടും വീണ്ടും ഹജ്ജും ഉംറയും നിർവഹിക്കാനും നമുക്കും നമ്മുടെ ഭാര്യ മക്കൾമാർക്കും കുടുംബാദികൾക്കും ഈ സൗഭാഗ്യം അള്ളാഹു അവതാരമായി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം എനിക്ക് ശേഷം ധാരാളം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ, തിന്മകൾ കൈവിടിയ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ബഹുമാനികളെ, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഏകദേശം 26 വർഷക്കാലമായി ഹജ്ജ് ഉംറ സിയാറത്ത് രംഗങ്ങളിൽ വളരെ ആത്മീയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അൽ ഹറമൈനി ഹജ്ജ് ഉംറ ഗ്രൂപ്പ് പലപ്പോഴും ഗ്രൂപ്പുകൾ അധികരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് എന്തൊക്കെയോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒക്കെയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എത്രത്തോളം ഹാജിമാരെ മുഹ്തരിങ്ങളെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ അബ്ദുൽ ഷുക്കൂർ ഉസ്താദ് അവറുകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെ ആദര ബഹുമാനപൂർവ്വം ഉസ്താദ് അവറുകളെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ അൽ ഹറമൈനി ഹജ്ജ് ഉംറ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഈ രംഗത്ത് ഉണ്ടെങ്കിലും ഇത് ഒരു ബിസിനസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഇത് മുഖേന കുറേ ഹാജിമാരിൽ നിന്നും അല്ലെങ്കിൽ മുഹത്തമരീങ്ങളിൽ നിന്നും കുറേ പൈസ പിടുങ്ങിയെടുത്ത് മറ്റ് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല ബഹുമാനനായ MD അബ്ദുറഹ്മാൻ ഹാജിയും സംഘവും നമ്മുടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ അവരോടൊപ്പം ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോയവർക്ക് അറിയാൻ കഴിയും. അമീറന്മാർ എന്നതിലുപരി
MD അടക്കം ഏറ്റവും ബലഹീനരായ ഹാജിമാരുടെ പോലും കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ MD അടക്കം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അനുപസ്ഥരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഞാൻ ദീർഘസമയം സംസാരിക്കുന്നില്ല. ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും ഞാൻ ഇൻഷാ അല്ലാഹ് ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്ന് ളുഹർ നമസ്കാരം വരെ നമ്മൾ തർത്തീബ് ചെയ്തിരിക്കുന്നത് ഈ വർഷവും കഴിഞ്ഞ 2-3-4 വർഷങ്ങളിലായി അൽഹംദുലില്ലാഹ് നമ്മുടെ ഗ്രൂപ്പിനോടൊപ്പം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എത്തിപ്പെടാൻ തൗഫീക്ക് കിട്ടിയ ഹാജിമാർ, ഹജ്ജുമ്മമാർ, മുഅ്തമിരീങ്ങൾ എല്ലാവരെയും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെക്കുന്നതിന് വേണ്ടിയും ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കുന്നതിന് വേണ്ടിയും നമ്മൾ ഇൻഷാ അല്ലാഹ് ളുഹർ വരെയുള്ള സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് നമസ്കാരവും ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം ഉംറയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്ലാസ് ഉണ്ടായിരിക്കും. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് ഒരു ആഘോഷത്തിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ മറ്റോ വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട ഒരു ഒരുമിച്ച് കൂടലാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സ് അവസാനിക്കുന്നത് വരെയും എല്ലാവരും പൂർണ്ണമായി പങ്കെടുക്കുകയും ഇനിയും നമുക്ക് ഇതിലേക്ക് ആഗ്രഹവും ആവേശവും ഉണ്ടാകുന്ന രീതിയിൽ നമ്മളിവിടെ സഹകരിക്കുകയും നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് നമ്മളാൽ കഴിയുന്നവരെ, കാരണം പലരും എല്ലാവിധമായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുനിയാവ് കയ്യിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് അവർക്ക് നിർബന്ധമായ ഹജ്ജ് അല്ലെങ്കിൽ പരിശുദ്ധമായ ഉംറയൊക്കെ ഉപേക്ഷിച്ച് പിന്നെയാകാം കുറെ ബാധ്യതയൊക്കെ തീർത്തിട്ട് പോകാം എന്നിങ്ങനെ നീട്ടി കൊണ്ടുപോയി അവസാനം ശാരീരികമായൊക്കെ ബലഹീനമായി മറ്റുള്ളവരൊക്കെ ഹജ്ജിനും ഉംറയും പോകുമ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ അന്ന് പോകാമായിരുന്നു, അന്ന് ഞാൻ ശ്രമിച്ചില്ല, പിന്നീട് പോകാമെന്ന് മാറ്റി വെച്ചു, ഇപ്പോൾ ശാരീരികമായും ബലഹീനമായി പോയിരിക്കുന്നു, ഇനി എങ്ങനെ പോകും എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട അവസ്ഥയിലെത്താതെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു ഫാഇലിഹി ഔ കമാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും ഒരു നന്മയിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ അറിയിപ്പ് കാരണം ആ നന്മ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ അറിയിച്ചവർക്കും അതിൻ്റെ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞാൽ ഹജ്ജ് നിർബന്ധമായ ഒരാൾ, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാണ്, എല്ലാവിധമായ സാഹചര്യങ്ങളും ഉണ്ട്. ഹജ്ജ് ബന്ധിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഒന്ന് പറയുകയാണ്, നമുക്ക് അൽഹംദുലില്ലാഹ് എല്ലാ അനുഗ്രഹമുണ്ട്, പടച്ചവൻ നമ്മുടെ നിർബന്ധമാക്കി ഹജ്ജ് നമ്മൾ ചെയ്യണം. ചെയ്തില്ല എങ്കിൽ വളരെ ഗൗരവമാണ്. വമൻ ഫറദ അലൈഹിൽ ഹജ്ജ് ഫലം യഹജ്ജ് ഫല്യമുത് ഇൻഷാ യഹൂദിയൻ ഔ നസ്രാനിയൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് വളരെ ഗൗരവത്തോടുകൂടി പറയണം. ആരുടെയെങ്കിലും മേലും ഹജ്ജ് നിർബന്ധമായിട്ട് അവർ അത് ചെയ്തില്ല എങ്കിൽ അവൻ യഹൂദിയായിട്ടോ അല്ലെങ്കിൽ നസ്രാനിയായിട്ടോ അഥവാ ഇസ്ലാമിന് പുറത്തായ നിലയിലായിരിക്കും അവൻ്റെ മരണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസാരമല്ല, വളരെ ഗൗരവമായ ഹദീസാണ്. ഈ ഒരു ഹദീസ് മാത്രം മനസ്സിലാക്കിയാൽ മതി, ആരും ഹജ്ജിൽ നിന്ന് ഒഴിവാകുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഗമം പിരിഞ്ഞാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ഹജ്ജിന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും വലിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ് അതെല്ലാം നമ്മുടെ MD അവர்களுം ബഹുമാനീയരായ മഹത്തുക്കളായ ഉസ്താദുമാരൊക്കെ നമുക്ക് വിവരിച്ചു തരും. അള്ളാഹു അവരുടെ എല്ലാം ഇൽമിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രൂപ്പിൻ്റെ MD അബ്ദുറഹ്മാൻ ഹാജി അവറുകൾ വളരെ ഗൗരവമായ കാര്യങ്ങളെ നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കി തരും. അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم ألهمنا مراشد أمورنا وعدنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمنا مراشد أمورنا وعدنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على محمد النبي الأمي وعلى آله وصحبه وسلم. الحمد لله. ബഹുമാനപ്പെട്ട ഹാജിമാർ, ഹജ്ജമ്മമാർ, എല്ലാവർക്കും സ്വാഗതം പറയുക. എല്ലാവരെയും സ്വാഗതം ചെയ്തിരിക്കുന്നു. മാഷാ അല്ലാഹ്. എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. എത്ര അധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുണ്ട്, നമ്മുടെ ഹാജിമാർ ധാരാളമുണ്ട്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹാജിമാരെ, നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമ്മളോട് നമ്മുടെ ഉസ്താദന്മാർ എപ്പോഴും പറയുന്ന ചില കാര്യങ്ങൾ അത് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ലായിരുന്നു. അല്ലാഹു നമ്മുടെ ഹജ്ജിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഹജ്ജിനെ സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാർ, ദാസിമാരുടെ കൂട്ടത്തിൽ പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് മുമ്പ് നമ്മൾ ഓരോരുത്തരോട് പറഞ്ഞു, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഹാജിമാർക്കും ഈ ആയത്ത് അറിയാം അല്ലേ? ചിലപ്പോൾ അത് കാണാതറിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പുസ്തകത്തിലൂടെ നമ്മൾ അത് വായിച്ചിട്ടുണ്ട്. നിരന്തരമായ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ അത് കേട്ടിട്ടുണ്ട്. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. അറിയപ്പെടുന്ന മാസങ്ങളിലാണ് ഹജ്ജ്. അസ്സലാമു അലൈക്കും. അറിയപ്പെടുന്ന മാസങ്ങളിലാണ് ഹജ്ജ്. ഫമൻ ഫറള ഫീഹിൽ ഹജ്ജ്. നിങ്ങളുടെ മേൽ ഹജ്ജ് ഫർളായാൽ പിന്നെ പാടില്ല അല്ലേ? തർക്കിക്കാൻ പാടില്ല, വഴക്കുണ്ടാക്കാൻ പാടില്ല, കോപിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വലിയ ഫദ്ല് അൽ ഹറമൈൻ ഹജ്ജിന്റെ ട്രാവൽസിൽ വരുന്ന ഹാജിമാരിൽ അങ്ങനെ ഒരു സ്വഭാവമില്ല അല്ലെ? അള്ളാഹുവിന്റെ വലിയ ഫദ്ലാണ്, വലിയ മഹത്വമാണ്, ഉന്നതമായ അനുഗ്രഹമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. സത്യത്തിൽ ഓർക്കുമ്പോഴെല്ലാം കണ്ണുനീര് വരുന്ന ഈ പ്രാവശ്യം നമ്മൾ ഹജ്ജിന് എയർപോർട്ടിലെത്തി. 63 ഹാജിമാർക്ക് ആ ഫ്ലൈറ്റിൽ പോകാൻ അനുവദിക്കാതെ നമ്മളെ മാറ്റി നിർത്തി. അള്ളാഹുവിന്റെ എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ അവിടെ കാണുകയാണ്. ഒരു ഹാജി പോലും ഛേ എന്നൊരു വാക്ക്, എത്ര അത്ഭുതകരമായ ഒരു സംഭവമാണ്. യാത്ര പോകാൻ പുറപ്പെട്ട് ആ എയർപോർട്ടിൽ എത്തിയിട്ട് പോകാൻ പറ്റാത്ത നിൽക്കുന്ന ഹാജിമാരുടെ നാവിൽ നിന്നും ഒരു അനക്ഷരം, ഒരു കമാന്നൊരക്ഷരം പുറത്തു വന്നില്ല എന്നുള്ളത് എത്രയോ വലിയ അനുഗ്രഹമാണ്.
അള്ളാഹു അതിന് ഉടനെ തന്നെ ഉത്തരം ലഭിച്ചു. അടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് വിശുദ്ധമായ മക്കത്തിൽ മുക്കറമയിൽ എത്താൻ പറ്റുകയാണ്. 63 ഹാജിമാർക്ക് പോകാൻ പറ്റുന്നില്ല. അടുത്ത ഫ്ലൈറ്റിൽ 63 സീറ്റ് മാത്രം. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഓരോ ഹാജിക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഓരോ ഹാജിക്കും. ഒരു ഹാജി പറഞ്ഞു, ഭക്ഷണം കഴിച്ചു, ഒരു മധുരം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ മധുരം കഴിക്കാൻ കിട്ടിയില്ല, അല്ലാഹു മധുരം കിട്ടിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആപ്പിൾ ആരോ കൊണ്ട് കൊടുക്കുകയാണ്, ആളിനെ കാണുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഇബ്രാഹിം ഉസ്താദിന് അറവിന് പൈസ ഇല്ല. ഉസ്താദ് ഹറമിൽ ഇരിക്കുകയാണ്. അറവിന്റെ കാര്യം അതിനൊക്കെ അന്ന് 450-500 റിയാൽ വേണം ഇബ്രാഹിം ഉസ്താദ്, അല്ലേ? ഉസ്താദ് അത് ആലോചിച്ച് ഹറമിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു ഹാജി 500 റിയാൽ കൊണ്ട് കൈവച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഒരു ഹാജി ശരീരം മൊത്തം വൃതം വന്നു, വസൂരി വന്നു. അദ്ദേഹം ദുആ ചെയ്യാൻ, അല്ലാഹുവേ എന്റെ മുഖത്തേക്ക്, ജനങ്ങൾ കാണുന്ന സ്ഥലത്തേക്ക് എനിക്ക് ഈ വസൂരിയുടെ വൃതങ്ങൾ വരല്ലേ പഠിച്ചോനെ. അദ്ദേഹത്തെ നമ്മൾ കൊണ്ടുപോയി ബാർബർ ഷാപ്പിൽ കൊണ്ട് ഇരുത്തി. യമനിയാണ് ബാർബർ. അയാൾ തലയിലോട്ട് നോക്കിയിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പറഞ്ഞ് അലന്നാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മുടി ഒടിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം കുളിക്കുകയാണ്. 100 അനുഭവങ്ങൾ അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചാൽ അള്ളാഹു നൽകുമെന്നുള്ളതിന്റെ എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹജ്ജിന്റെ വഴിയിൽ പങ്കുവെക്കാൻ പറ്റും. ഹാജിമാരെ, ഈ വർഷത്തെ ഹജ്ജിൽ നമ്മൾ മിനയിൽ നിന്നും ദുൽഹജ്ജ് 12 നമ്മൾ അവിടെ നിന്ന് വിടവാങ്ങുകയാണ്. സാധാരണ 13 വരെയാണ് അവിടെ കഴിയുന്നത്. ഈ വർഷം 12 നമ്മൾ വിടവാങ്ങണം. മഗ്‌രിബിന് മുൻപ് നമുക്ക് അവിടെ നിന്ന് പോകണം. പോയില്ലെങ്കിൽ അത് നമ്മുടെ ഹജ്ജിന് കുറവാണ്. അപ്പോൾ നമ്മുടെ മുത്തവഫ് നമുക്ക് വാഹനം തരുന്നില്ല. നമ്മുടെ സമയവും വൈകിപ്പോയി. കുറച്ചു ദൂരം പോയാൽ ആ റോഡിലേക്ക് കയറിയാൽ മിന കഴിയും, മുസ്ദലിഫയിൽ എത്തും, നമുക്ക് വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഹാജിമാരെയും കൊണ്ട് അങ്ങനെ പോകുന്നത്. പക്ഷേ അവിടെ പോലീസ് തടയുമെന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നോ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുമെന്ന് അറിയുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമ്മുടെ മുന്നിൽ. പോലീസ് നമ്മളെ തടയുന്നു, മഗ്‌രിബിന്റെ സമയമായി, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി, അള്ളാഹുവെ കൈവിട്ട് പോയല്ലോ എന്ന് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ പറയുന്ന സമയത്ത് ആകാശത്ത് നിന്ന് 2 ബസ് ഇറങ്ങി വന്നതുപോലെ, അല്ലേ ഡോക്ടറെ, അല്ലേ നമ്മുടെ ഹാജിമാരെല്ലാം, അല്ലേ നജീം ഹാജി, ആകാശത്ത് ആ വണ്ടിയുടെ വരവ് ഇപ്പോഴും കണ്ണിൽ നിന്ന് മാറിയിട്ടില്ല, അല്ലേ? ആ വണ്ടി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആ സ്പീഡ് എത്ര 150 കിലോമീറ്റർ വേഗതയിൽ ആ 2 വണ്ടി ഓടി വന്ന് നമ്മളെയും കൊണ്ട് മക്കയിലേക്ക് പോകുന്ന അത്ഭുതകരമായ കാഴ്ച. ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഹക്കീം മൗലവി ഈ വർഷം അദ്ദേഹത്തിന്റെ മാമിയെ നമ്മുടെ കൂട്ടത്തിൽ വിട്ടു. വീൽ ചെയറിലല്ലാതെ സഞ്ചരിക്കാൻ പറ്റാത്ത, വീൽ ചെയറിലല്ലാതെ പോകാൻ പറ്റാത്ത, അവിടെ വന്നപ്പോഴും വീൽ ചെയറിൽ മാത്രം പൊയ്ക്കൊണ്ടിരുന്ന ഹജ്ജുമ അൽഹംദുലില്ലാഹ് ഓടി നടക്കുന്ന, ഇപ്പോഴവർ ഇങ്ങനെ നടന്നു വരുന്ന ആ കാഴ്ച കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നി. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന പുണ്യമായ സ്ഥലം. അള്ളാഹുവിനെ ബലമേൽപ്പിച്ചാൽ അള്ളാഹു നടത്തി തരുമെന്ന് നമ്മുടെ ഓരോ ഹാജിമാർക്കും, അൽ ഹറമൈനിലെ ഓരോ ഹാജിമാർക്കും. നമ്മുടെ കൂടെ ഒരു സബീന, നമ്മുടെ ഹജ്ജുമ, അവരുടെ വീട്ടിൽ നിന്നും കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അനുജത്തി, അവരും വിളിച്ചു പറഞ്ഞു ഹജ്ജ് ചെയ്യേണ്ട, അവരെ ഇങ്ങനെ തിരിച്ചയച്ചേക്ക്. കാരണം അത്രയും സീരിയസ് ആയിരുന്നു അവർ. പക്ഷെ നമ്മൾ വിടാൻ തയ്യാറായില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഹാജിമാർക്കെല്ലാം അറിയാം, അവർ ICUവിലായി. പക്ഷേ അവിടെ നിന്നും അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു. അവസാനം നമുക്കെല്ലാം അവർ ആഹാരമെല്ലാം എടുത്ത് വിളമ്പി തന്നിട്ടാണ്, അല്ലെ, അടുത്ത ദിവസം മദീനയിൽ വരാൻ പറ്റിയില്ല, അവർ നാട്ടിലേക്ക് യാത്രയാകുന്നത്. ധാരാളം രോഗികളായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ വലിയ അത്ഭുതകരമായ അനുഗ്രഹം നമ്മളുടെ ഹാജിമാരിൽ തർക്കങ്ങളില്ല, വഴക്കുകളില്ല, പരസ്പര സ്പർദ്ധയില്ല. ഇത് മഹാ അനുഗ്രഹമാണ്. അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എടുത്തു പറഞ്ഞാൽ അള്ളാഹു നമുക്ക് വാരിക്കോരി തരും, അല്ലെ? ഹക്കീം സാറ് ആ വർഷം നമുക്ക് കോട്ട കിട്ടിയില്ല. പല സ്ഥലത്തേക്കും പോകാൻ പോയ അദ്ദേഹത്തെ പലരും പിന്തിരിപ്പിച്ചു. അൽ ഹറമൈനിൽ പോയാൽ മതി,
അൽഹംദുലില്ലാ മാഷാ അല്ലാ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അന്ന് വേറൊരു കോട്ട എടുത്ത് പോകാൻ പറ്റി മാഷാ അല്ലാ. അപ്പൊ അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എടുത്തു പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും തീർച്ചയായും. ഇൻഷാ അല്ലാഹ് തുമ്മ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി നമ്മുടെ ജീവിതം ഈ പരിശുദ്ധമായ ഹജ്ജ് മബ്രൂക്കിൽ നമ്മൾ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ ഖാനിതീന വൽ ഖാനിതാത് വസ്സാദിഖീന വസ്സാദിഖാത് വസ്സാബിരീന വസ്സാബിറാത് വൽ ഖാശിഈന വൽ ഖാശിആത് والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. നമുക്ക് ഇനി ഉണ്ടാകേണ്ട ജീവിതം ഇന്നൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത് മുസ്ലിമീങ്ങളായ പുരുഷന്മാരും സ്ത്രീകളും വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും വൽ ഖാനിതീന വൽ ഖാനിതാത് വസ്സാദിഖീന സത്യസന്ധന്മാരായ സ്ത്രീകളും പുരുഷന്മാരും വൽ ഖാശിഈന വൽ ഖാശിആത് ഭയഭക്തിയുള്ള സ്ത്രീകളും പുരുഷന്മാരും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ അള്ളാഹു എണ്ണി 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 ഹജ്ജ് കഴിഞ്ഞ നമ്മളുടെ ഗുണങ്ങൾ പറയാണ്. ഒരു മുഅ്മിനുണ്ടാകേണ്ട ഗുണങ്ങൾ, ഒരു ഹാജിക്കുണ്ടാകേണ്ട ഗുണങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ അത് വീണ്ടും 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 മരണം വരെ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കി തീർത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഹജ്ജിൽ നമുക്ക് എത്രത്തോളം സൂക്ഷ്മത പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇനി നമ്മുടെ മരണം വരെ. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഈ അൽ ഹറമൈൻ ഹജ്ജ് ട്രാവൽസിൽ നമുക്ക് വരാൻ പറ്റിയത് അള്ളാഹുവിന്റെ മഹത്തായ ഫضലാണ്. കാരണം അരുത് എന്ന് പറയാനുള്ള 5-6 ആലിമീങ്ങൾ, അതിന്റെ ഖാദിമീങ്ങൾ, അതിന്റെ അമീറന്മാർ അരുത്, അങ്ങനെ ചെയ്യരുത്. സാധാരണ ഗ്രൂപ്പുകളിൽ ഒരു ഹാജിക്ക് എന്തെല്ലാം വേണമെങ്കിലും അത് വാങ്ങി നൽകാൻ തയ്യാറായിരിക്കുമ്പോൾ, വലിയ സൗകര്യങ്ങളിൽ താമസിപ്പിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ, വലിയ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അൽ ഹറമൈനിലെ ഹാജിമാരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഹജ്ജ്, അൽ ഹജ്ജുൽ മബ്റൂർ. തങ്ങൾ ഇങ്ങോട്ട് മബ്റൂറായ ഹജ്ജിന് അങ്ങനെയാണ്. ഹജ്ജ് സ്വീകരിക്കുന്നത് ഏത് ഹജ്ജാണ് നജീം സാറേ? സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് ഏത് ഹജ്ജാണ്? മബ്റൂറായ ഹജ്ജ്. കുറ്റങ്ങളില്ലാത്ത, കുറവുകളില്ലാത്ത നമ്മളുടെ ഓരോ ഹാജിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് കൈവച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദ് മാഷാ അല്ലാഹ് ഒരു കസേര നമ്മുടെ ഹൃദയത്തിലേക്ക് കൈവച്ച് നോക്കിയാൽ അള്ളാഹുവിന്റെ മഹത്തായ ഫضل കൊണ്ട് നമുക്കത് ശരിയായ നിലയിൽ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു ആണ് സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കാൻ വേണ്ടി മരണം വരെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അബ്ദുൽ ഷുക്കൂർ മൗലവി അവരുടെ ആദരപൂർവ്വം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചോളൂ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وخاتم النبيين
وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഹജ്ജിന് ഉംറയ്ക്ക് സിയാറത്തിന് വലിയ ഭാഗ്യം നൽകപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ സമ്മേളനമാണ്. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും കബൂലാക്കുമാറാകട്ടെ. അതിന് കാരണക്കാരായ സേവനം ചെയ്ത എല്ലാ മഹത്വക്കൾക്കും ഉന്നതമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് 3 ഘട്ടമാണ്. ഒന്ന്, ഹജ്ജിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചത് മുതൽ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചത് വരെയുള്ള ഘട്ടം. അതിൻ്റെ അവസ്ഥകളെല്ലാം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. 2, വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് അബ്ദുറഹ്മാൻ ഹാജിയാരുടെ കയ്യിൽ മറ്റു ഉസ്താദന്മാരുടെ കയ്യിൽ പിടിച്ച് അവരുടെ പിന്നിലായി പുണ്യമായ മക്കയിലും മദീനയിലും യാത്ര ചെയ്ത് അവസാനം നാട്ടിൽ മടങ്ങി എത്തുന്നത് വരെയുള്ളത്. ഇതാണ് 2ാമത്തെ ഘട്ടം. സാധാരണ ഈ 2 ഘട്ടങ്ങളിൽ നമ്മളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തീർന്നതായി നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇത് 2 കഴിഞ്ഞാൽ 3ാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടമുണ്ട്. അതായത് ഹജ്ജ് കഴിഞ്ഞ് വന്നിരിക്കുന്ന നമ്മളുടെ ഇപ്പോഴുള്ള ഘട്ടം, ഹജ്ജ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് മരിക്കുന്നത് വരെയുള്ള ഘട്ടം. അല്ലാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇതും വലിയൊരു ഘട്ടമാണ്. ഈ ഘട്ടം നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയൊരു ഹജ്ജിന് നമുക്ക് അവസരമുണ്ടാകുന്നതാണ്. അതെ, നമ്മളെല്ലാവരും ഹജ്ജ് ചെയ്തു, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പക്ഷെ ഒരു ഹജ്ജും കൂടി നമുക്കുണ്ട്. ആ ഹജ്ജും കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഹജ്ജ് പൂർണ്ണമാകുന്നത്. നാം എല്ലാവരും പരിശുദ്ധമായ ഹജ്ജിന് തൽബിയത്ത് ചെയ്ത് അതിൽ പ്രവേശിച്ച രംഗം നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മ കാണും. തിരുവനന്തപുരത്ത് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ച്, പിന്നെ പരിശുദ്ധമായ ഹജ്ജിന് മദീനയിലോ അല്ലെങ്കിൽ മക്കയിലോ വെച്ച് ചെയ്ത നിയ്യത്തിൻ്റെ സന്ദർഭം വളരെ മനോഹരമായൊരു സന്ദർഭമാണ്. എന്നാൽ സഹോദര സഹോദരി, വലിയ ഹജ്ജിൻ്റെ തൽബിയത്ത് ഏതാണെന്നറിയാമോ? ആ തൽബിയത്തിൻ്റെ തണലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് നമ്മൾ റൂഹ് പിടിക്കപ്പെടുന്ന ആ രംഗമാണ് വലിയ ഹജ്ജിൻ്റെ തൽബിയത്ത്. നമ്മളെല്ലാവരും ഇഹ്റാമിന് വേണ്ടി പുതിയ വസ്ത്രം ധരിച്ച രംഗം ഓർമ്മയുണ്ട്. വലിയ ഹജ്ജിൻ്റെ ഇഹ്റാം, അതിൻ്റെ വസ്ത്രം 3 തുണിക്കഷണമായിരിക്കും, കഫൻ പുടവയായിരിക്കും. അല്ലാഹു നമ്മൾ മിനായിൽ കഴിഞ്ഞ ആ രംഗം എപ്പോഴും ഓർക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹാജിയാരുടെ ഹജ്ജിൻ്റെ അനുഭവങ്ങൾ കേട്ടപ്പോൾ സത്യം പറയുകയാണ്, കുറച്ചും കൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം വന്നു. വല്ലാത്തൊരു അനുഭൂതിയാണ് ഹജ്ജിൻ്റെ അനുസ്മരണം. അത് പൊങ്ങച്ചമോ അല്ലെങ്കിൽ
പെരുമ പറയലോ അല്ല, വലിയൊരു അനുഭൂതിയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും മിനായിലെ കാര്യങ്ങളെപ്പറ്റി പറയാൻ ധാരാളം വിഷയങ്ങൾ കാണും. 2 മലഞ്ചെരിവുകൾക്കിടയിൽ 30 ലക്ഷം ആളുകൾ സ്നേഹിച്ചും സന്തോഷിച്ചും ബേജാറായും ഇടയ്ക്ക് ചെറിയ ദേഷ്യമെല്ലാം ദേഷ്യപ്പെട്ടും കഴിഞ്ഞ ഹജ്ജിൻ്റെ 6-7 ദിനങ്ങൾ. എന്നാൽ സഹോദര, നമുക്ക് വരാനുള്ള വലിയ ഹജ്ജിൻ്റെ മിന ഏതാണെന്നറിയാമോ? അള്ളാഹു നമുക്ക് നല്ല സ്ഥലത്ത് കിടക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളുടെ ഖബറാണ് യഥാർത്ഥ മിന. ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോഴുള്ള മിന വളരെ ചെറുതാണെങ്കിലും വളരെ വിശാലമാണ്. നമ്മൾ കിടക്കാറുള്ള ഖബർ വളരെ ചെറുതാണെങ്കിലും അത് മിനായേക്കാളും വിശാലമായിരിക്കും. അള്ളാഹു ആക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അള്ളാഹു പറയും, നിങ്ങൾ എൻ്റെ അടിമയ്ക്ക് നല്ല വസ്ത്രം വിരിച്ചു കൊടുക്കൽ, സ്വർഗീയ വസ്ത്രം വിരിച്ചു കൊടുക്കൽ, സ്വർഗീയ പുതപ്പ് പുതച്ചു കൊടുക്കൽ, സ്വർഗീയ ആഹാരം കഴിപ്പിക്കുമെന്ന് അള്ളാഹു അറിയിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറഫാത്തിനെ പറ്റി എന്ത് പറയാൻ? ഒരു പകൽ മാത്രം നമ്മൾ കഴിഞ്ഞ സ്ഥലം, പക്ഷെ എന്നും നമ്മളുടെ മനോമുഖരത്തിൽ അത് നിറഞ്ഞു നിൽക്കും. അറഫയിലെ കൂടാരം, അവിടെയുള്ള പരിമിതമായ സൗകര്യം, ബാത്റൂമിൽ ക്യൂ നിന്നത്, ആരംഭത്തിൽ ആഹാരത്തിന് വേണ്ടി വെപ്രാളപ്പെട്ടത്, അവസാനം ആഹാരം സമൃദ്ധമായി കിട്ടിയപ്പോൾ നമുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞത്, ഹാജിമാരുടെ കണ്ണുനീരുകൾ, ഗദ്ഗതങ്ങൾ, നിലവിളികൾ, അള്ളാഹുവിനോടുള്ള യാചനകൾ. സഹോദര, ഒരു അറഫാത്തും കൂടി വരാനുണ്ട്. വലിയ ഹജ്ജിൻ്റെ അറഫാത്ത് ഏതാണെന്നറിയാമോ? وَنُفِخَ فِي الصُّورِ فَصَعِقَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ إِلَّا مَنْ شَاءَ اللَّهُ وَكُلٌّ أَتَوْهُ دَاخِرِينَ. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടും. ഹാജിയാരെ വിളിച്ച് ഓർമ്മ കാണും. എല്ലാവരും എഴുന്നേറ്റ് അറഫയിലേക്ക് പോകണം, എല്ലാവരും വരും. ഒരു സൂറിൻ്റെ കാഹളമുണ്ട്, ഒരു ശബ്ദം. എല്ലാവരും കുഴിമാടങ്ങളിൽ നിന്നും എഴുന്നേക്കും, ഖബറുകളിൽ നിന്നും എഴുന്നേക്കും. وَأَشْرَقَتِ الْأَرْضُ بِنُورِ رَبِّهَا وَوُضِعَ الْكِتَابُ وَجِيءَ بِالنَّبِيِّينَ وَالشُّهَدَاءِ وَقُضِيَ بَيْنَهُم بِالْحَقِّ. ഭൂമി പ്രകാശിപ്പിക്കപ്പെടും പടച്ചവന്റെ പ്രകാശം കൊണ്ട്. സൂര്യനും ചന്ദ്രനൊന്നുമില്ല. ഏടുകൾ വെക്കപ്പെടും, നബിമാരെ കൊണ്ടുവരപ്പെടും, സാക്ഷികൾ വരും, അടിമകളെയെല്ലാം നിർത്തപ്പെടും നന്മതിന്മകൾ തൂക്കുന്നതിന് വേണ്ടി. അള്ളാഹു നമുക്കടെ അർശിന്റെ കുളിർമ നൽകുമാറാകട്ടെ. തവാഫിൽ നമ്മൾ ചെയ്ത ദുആ അനർത്ഥമാകേണ്ട സ്ഥലമാണ്. അല്ലാഹുമ്മ അദില്ലനി തഹ്ത ദില്ലി അർശിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക. പടച്ചവനെ, നിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസം നിന്റെ ശീതളച്ചായ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വാസ്ഖിനി ബികഅസി ഹബീബിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഹബീബിന്റെ തൃക്കരം കൊണ്ട് എനിക്ക് ജലപാനം നടത്താനുള്ള ഭാഗ്യം നൽകപ്പെടണമേ. യഥാർത്ഥ അറഫാത്ത് അവിടെയാണ് സഹോദരങ്ങൾ. മുസ്ദലിഫ എത്രയോ മനോഹരം, വശ്യം, വാചാലം, ഒരു കുഞ്ഞു സ്ഥലം. ഈ പറയപ്പെട്ട 30 ലക്ഷം ആളുകളും ഒരുമിച്ച് കിടക്കുകയാണ്. ആർക്കും ഒരു പരാതിയുമില്ല. അവിടെ ഉറങ്ങാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കാണുമോ? വാശി പിടിച്ച് നിക്കറും ചെയ്തിരുന്നവരൊഴിച്ച് വേറെ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒന്നാന്തരം ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്, രസകരമായി ഉറങ്ങിയിട്ടുണ്ട്. റോഡിന്റെ സൈഡിൽ വലിയ ചക്രങ്ങൾ നമ്മുടെ അരികിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, വാഹനം ഓടുന്നു, ഒരു പ്രയാസവുമില്ല. ഹാജിമാര് കൂളായിട്ട് കിടന്നുറങ്ങുന്നു. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന മുസ്ദലിഫയുണ്ട്. സിറാത്ത് പാലം നരകത്തിന്റെ മുകളിലൂടെ സ്ഥാപിക്കപ്പെടും. മഹാന്മാരായ നബിമാർ മിന്നൽ പിള്ളതുപോലെയും ഔലിയാക്കൾ വേഗതയുള്ള കുതിരകൾ പോലെയും
സാധാരണ മുഅ്മിനീങ്ങൾ അവർ ഓടിയും നടന്നും യാത്രയാകും. പ്രകാശത്തിൻ്റെ അകമ്പടിയിൽ ഇതാണ് നമുക്ക് മുമ്പിൽ വരാനുള്ള യഥാർത്ഥ മുസ്ദലിഫ. നമ്മളെല്ലാവരും തവാഫ് ചെയ്തു, ഹജ്ജിന്റെ തവാഫ് സഈ ചെയ്തു. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നല്ല ക്ഷീണമാണ് എല്ലാവർക്കും, വലിയ ക്ഷീണവും ബേജാറുമാണ്. ഹാജിയാർ പറഞ്ഞതുപോലെ ഒരു ഉമ്മ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇതുപോലെ സൈക്കിളിൽ കൊണ്ടുപോകാം, എന്താണെങ്കിലും എനിക്ക് തവാഫ് സഈ ചെയ്യേണ്ടതാണ്. ഇല്ല, ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. എഴഞ്ഞ് പാവം മോൻ ഇത്ര ചെയ്താൽ മതി, സ്പീഡിൽ നടക്കരുത്. വളരെ പറയാൻ പറഞ്ഞു, എല്ലാവരും നടന്നുകൊണ്ട് ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ നടക്കാമെന്ന് പറഞ്ഞു. ഏതാണ്ട് 5 ജുസുവോളം ഞാൻ തവാഫിൽ സഈദുമായിട്ട് ഓതുകയുണ്ടായി. ഈ പാവപ്പെട്ട തള്ളം നിന്ന് എഴഞ്ഞ് ഞാൻ ഇടയ്ക്ക് അവർക്ക് ബഹളം ഉണ്ടാക്കി. ഉമ്മാക്ക് അനുവാദമുള്ളതാണല്ലോ സൈക്കിൾ. ഇല്ല, മോന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നോളാം. 5 ജുസു എനിക്ക് അൽഹംദുലില്ലാ സഈദ് മാത്രം ഓതാൻ സാധിച്ചു. എഴഞ്ഞ് പാവം നടക്കുകയുണ്ടായി. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, യഥാർത്ഥ തവാഫ് ഏതാണെന്നറിയാമോ? യഥാർത്ഥ സഈ ഏതാണെന്നറിയാമോ? പടച്ചവന്റെ സ്വർഗത്തിൽ അള്ളാഹുവിനെ ദർശിക്കാനുള്ള മഹാഭാഗ്യം, പടച്ചവന്റെ പൊരുത്തം നേടിയെടുക്കാനുള്ള ഭാഗ്യം, ഇതാകുന്നു യഥാർത്ഥ തവാഫ്. മദീനയെ പറ്റി എന്ത് പറയാൻ? അള്ളാഹു അതിന് ഐശ്വര്യം വർദ്ധിപ്പിക്കുമാറാകട്ടെ. സലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മളെല്ലാവരും മദീനയിലേക്ക് യാത്രയായത്, ഹബീബിന്റെ മുന്നിൽ പോയി നമ്മൾ സലാം പറഞ്ഞത്, കരഞ്ഞത്, കണ്ണീർ വാർത്തത്, സ്വകാര്യം പറഞ്ഞത്, അവസാനം മദീനയിൽ നിന്നും നമ്മൾ മനസ്സ് പടയ്ക്കുന്ന മനസ്സോടെ കലങ്ങിയ കണ്ണോടെ നമ്മൾ തിരിച്ചു വന്നത് നമുക്ക് മറക്കാൻ സാധിക്കുമോ? പക്ഷെ ഓർക്കുക സഹോദര സഹോദരി, ഒരു മദീന സിയാറത്തും കൂടി ഉണ്ട് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം നമ്മളുടെ മദീന സിയാറത്തിന്റെ, വലിയ മദീന സിയാറത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റാണ്. മദീനയിലേക്കുള്ള കവാടം കിടക്കുന്ന രീതി അറിയണമോ? നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെക്കും. 2 മലക്കുകൾ വരും, 3 ചോദ്യങ്ങൾ ചോദിക്കും. നിന്റെ പരിപാലകൻ ആരാണ്? നിന്റെ മാർഗം ഏതാണ്? സുബ്ഹാനല്ലാഹ്. 3ാമത്തെ ചോദ്യം അത്ഭുതകരമാണ്. ഇത്ര എളുപ്പത്തിലല്ല. മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുൽ, ഈ വ്യക്തിയെ പറ്റി നീ എന്താ പറഞ്ഞിരുന്നത്? സുബ്ഹാനല്ലാഹ്. മൻ റബ്ബുക, നിന്റെ പരിപാലകൻ ആര്? വമാ ദീനുക, നിന്റെ മാർഗം ഏത്? എളുപ്പത്തിൽ. പക്ഷെ 3ാമത്തെ ചോദ്യം, ഈ വ്യക്തിയെ പറ്റി നീ എന്താണ് പറഞ്ഞിരുന്നത്? മഹാന്മാർ 2 അഭിപ്രായം പറയുന്നു. ഒന്ന്, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ കാണിക്കപ്പെടും. പക്ഷെ അതിനേക്കാളും മനോഹരം, അള്ളാഹു അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ, നമ്മളുടെ ഖബറിന്റെയും മദീനയുടെയും ഇടയിലുള്ള ഭിത്തി അള്ളാഹു എടുത്ത് മാറ്റും. കൊല്ലത്തിന്റെ മൂലയിൽ, ഏതോ ഖബറിസ്ഥാനിന്റെ മൂലയിൽ കിടക്കുന്ന പാവപ്പെട്ട ദാസന്റെയും ഹബീബിന്റെ ഇടയിലുള്ള മറ അള്ളാഹു എടുത്ത് മാറ്റും. അവരിവിടുന്ന് കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ കാണുന്ന ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശോഭിതമായ വദനത്തോടെ ഇരിക്കുന്നു. അവനോട് ചോദിക്കുന്നു, നീ ഇദ്ദേഹത്തെ പറ്റി എന്താ പറഞ്ഞിരുന്നത്? മദീനയിൽ പോയി, എന്നിട്ട് മദീനയുടെ വഴിയിൽ നിരന്തരം സഞ്ചരിച്ച വ്യക്തിയാണെങ്കിൽ പറയും, ഇതാരാണെന്നോ? ഇതെന്റെ ഹബീബാണ്. ഹാദാ അബ്ദുല്ലാഹി വറസൂലു. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. മക്കത്തും മദീനത്തും പോയി വഴിയെല്ലാം മറന്നെങ്കിൽ തിരിച്ചും പറയും കേട്ടോ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ജനങ്ങൾ എന്തെല്ലാമോ പാടുന്നുണ്ടായിരുന്നു, ഞാനും പാടുന്നുണ്ടായിരുന്നു, വേറെ എനിക്ക് എന്താണെന്ന് അറിയില്ല. മദീന സിയാറത്ത് നമ്മൾ മസ്ജിദ് നബവിയിലേക്ക് കടന്ന രംഗം ഓർമ്മയുണ്ട്. ആദരവായ റസൂലിന്റെ അരികിൽ പോയി നിന്നത് ഓർമ്മയുണ്ട്. പക്ഷേ യഥാർത്ഥ മദീന സിയാറത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്കുള്ള യാത്രയുടെ ഒരു ചിത്രമൊന്ന് നമ്മൾ മനസ്സുകൊണ്ട്, ഈമാന്റെ കണ്ണുകൊണ്ട് കാണും. നമ്മൾ മഹ്ശറ വൻസഭയിൽ എഴുന്നേൽക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ കയ്യിലിരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങളെ കാത്ത് ഹൗദിന്റെ അരികിൽ നിൽപ്പുണ്ട്, വരണം. അവിടേക്ക് ഓടിപ്പോകുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നു, നബിതങ്ങളുടെ കൈകൊണ്ട് പരിശുദ്ധമായ ഹൗദിൽ നിന്ന് കുടിപ്പിക്കുന്നു. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്, അത് കുടിക്കുന്നവർക്ക് പിന്നീട് ദാഹമേ ഉണ്ടാകുന്നതല്ല, സ്വർഗത്തിലും മറ്റുമുള്ള പാനീയങ്ങൾ സുഖത്തിന് വേണ്ടി അവന്റെ ജീവിതയാത്രയുടെ ദാഹം അവിടെ വെച്ച് തീരുന്നതാണ്. ആദരവായ റസൂലിന്റെ സിയാറത്തിന്റെ സമ്പൂർണ്ണത എന്താണ്? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ സ്വർഗലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ തങ്ങളുടെ സരസിൽ തിരുകരം ഗ്രഹിച്ചുകൊണ്ട് തൃപ്പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് കഴിയാനുള്ള മഹാഭാഗ്യം. ഇതാണ് മദീന സിയാറത്തിന്റെ പൂർത്തീകരണം. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്ത ചെറിയ ഹജ്ജിന്റെയും വലിയ ഹജ്ജിന്റെ ഇടയിലുള്ളത്. ഈ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നടത്തുന്ന ഈ 10 വർഷം 20 വർഷം 100 വർഷം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എന്നുവരെ കൊണ്ട് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഉടനെ നമ്മൾ ഒരുങ്ങണം, നല്ല തയ്യാറെടുപ്പ് നടത്തണം. എന്താണ് ആ തയ്യാറെടുപ്പ്? അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഹജ്ജിനെ പറ്റി മനോഹരമായി അള്ളാഹു വിവരിക്കുന്നുണ്ട്. അതിലേറ്റവും അവസാനത്തെ ആയത്ത് ഒരു വല്ലാത്ത സ്ഥാനത്തോട് അള്ളാഹു നിർത്തുകയാണ്. ഹജ്ജ് അങ്ങനെയാണ്, ഹജ്ജ് ഇങ്ങനെയാണ്, ഹജ്ജ് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അവസാനം അള്ളാഹു പറയുന്നു, വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ പടച്ചവരിലേക്കുള്ള യാത്രയാകുന്ന വലിയൊരു ഹജ്ജ് ചെയ്യേണ്ടവരാണ്. അല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കപ്പെടും. തുഹ്ശറൂൻ, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകപ്പെടും. പടച്ചവരിലേക്ക് നിങ്ങൾ പോകേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ തഖ്വ മുറുകെ പിടിക്കുക, തഖ്വ ഉണ്ടാക്കിയെടുക്കുക. ഈ പറയപ്പെട്ട ഈമാനോടുകൂടിയുള്ള മരണം, ആനന്ദകരമായ ഖബർ, അഭിമാനകരമായ ഹശ്ർ, സുഖകരമായ സിറാത്ത്, അതുപോലെ സ്വർഗത്തിന് ഉന്നതമായ അനുഗ്രഹങ്ങൾക്കുള്ള ഒരുക്കം തഖ്വയാണ് സഹോദരങ്ങൾ. എന്താണ് തഖ്വ? അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ ഭയക്കണം, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യണം, നിരോധിച്ചത് വർജിക്കണം. ഇതെങ്ങനെ ഉണ്ടായിത്തീരും? നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം, തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. നമ്മളെല്ലാവരും കച്ചവടങ്ങൾ ചെയ്തുകൊണ്ട്, വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ട്, സ്കൂളിൻ്റെ ജോലികൾ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷെ നമ്മൾ ഓർമ്മ വേണം, വലിയൊരു യാത്ര ചെയ്യേണ്ടവരാണ്. ആ യാത്രയ്ക്കുള്ള ഒരുക്കമാണ് തഖ്വ. തഖ്വ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്ന്, നമ്മൾ പരിശുദ്ധ ഖുർആനും ഹദീസും നിരന്തരം പാരായണം നടത്തണം, നമ്മൾ പഠനം നടത്തണം. എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഖുർആൻ ഷരീഫ് കിട്ടി. എല്ലാവർക്കും ഖുർആൻ കിട്ടിയായിരുന്നോ? ആ ഖുർആൻ എന്ത് ചെയ്തു? എല്ലാവരും പള്ളികളിൽ വെച്ച് കാണാം. പള്ളികളിൽ നിറഞ്ഞു കിടക്കുക സഹോദരങ്ങളെ. ഒരിക്കലും മക്കത്തുനിന്ന് കിട്ടിയത് ആ ഖുർആൻ നമ്മൾ പള്ളിയിൽ വെക്കാനുള്ളതല്ല. പള്ളി വേറെ മേടിച്ചു കൊടുക്കുക. അത് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് വന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഖുർആൻ കിട്ടി. വലിയൊരു കരച്ചിൽ കരഞ്ഞു. വാപ്പ ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസത്തിലെല്ലാം പോയി മറന്നുപോയല്ലോ. ഞങ്ങളുടെ മഹാനായ ഉസ്താദ് മൗലാന മുഹമ്മദ് ഈസ മമ്പഴി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കരഞ്ഞാൽ മാത്രം പോലെ വല്ലത് ചെയ്യണം. എന്ത് ചെയ്യണം? ഇയാൾ ദിവസവും 15 മിനിറ്റ് വീതം ഖുർആൻ പഠിക്കണം. ഓച്ചറ പള്ളിയുടെ ഇമാമിനെ ദിവസവും സുബഹിക്ക് ശേഷം ആ മനുഷ്യൻ അടുത്ത് വിളിച്ചിരുത്തി അദ്ദേഹത്തിന് അടുത്തേക്ക് പോയി ദിവസവും 15 മിനിറ്റ് വീതം ഖുർആൻ ഓതുകയുണ്ടായി. അദ്ദേഹം എത്ര പഠിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ 2 കാര്യം ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു. ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആശുപത്രി ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമായിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ട് ഇഷാ നമസ്കാരത്തിന് കൂടും. അദ്ദേഹത്തിന് പുറകിൽ ഞാൻ പോയിരിക്കും. അവസാനം മടുത്തിട്ട് ഉടുപ്പിൽ പിടിച്ച് കുടയും. ഡോക്ടറെ ഒന്ന് എനിക്ക് പോകണം. 1 മണിക്കൂറോളം അത് ഒരൊറ്റ ഇരിപ്പിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. വിളിച്ച ഉടനെ തിരിയുമ്പോഴത്തെ 2 കണ്ണ് നിറഞ്ഞ് കുടുകുട അദ്ദേഹത്തിന് താടിയെല്ലാം നനഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. 2, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ 40 ദിവസം ജമാഅത്തിൽ പോകാൻ ഭാഗ്യമുണ്ടായി. ഞങ്ങൾ ആരും അറിയാതെ അദ്ദേഹം ബാത്റൂം കഴുകുന്ന സാധനം
അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ കൂട്ടത്തിലെടുത്ത് വെച്ചിരുന്നു. ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ ദൂരത്ത് മാറി അതുകൊണ്ട് വെക്കും. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഷൂസ് എന്താ എടുത്ത് വെക്കുകയാണ്. എന്നും രാവിലെ 3 മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ബാത്റൂം വൃത്തിയായി കിടക്കും. അതിന് ഞാൻ തെറ്റിദ്ധരിച്ചു അദ്ദേഹം ഓരോ പള്ളിയിൽ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമ ധാരാളമായ സദക്ക കൊടുക്കുമായിരുന്നു, ആർക്കെങ്കിലും സദക്ക കൊടുത്ത് വൃത്തിയാക്കിയാണെന്ന് വിചാരിക്കും. പിന്നെയാണ് അറിയുന്നത് 2:30 മണിക്ക് അദ്ദേഹം എഴുന്നേക്കും, എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ്. ബാത്റൂമിൽ പോയി ബാത്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കും, ബാത്റൂം ഉപയോഗിക്കും, കുളിക്കും, എന്നിട്ട് വീണ്ടും കഴുകി അദ്ദേഹം വരും. അതിനുശേഷമുള്ള കാര്യമാണ് പറയാൻ സഹോദരങ്ങൾ, 1 മണിക്കൂർ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കും, 1 മണിക്കൂർ നിസ്കരിക്കുമായിരുന്നു ഖുർആൻ ഓതിക്കൊണ്ട്. ഇതാണ് ഹാജി. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ദീൻ പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, തയ്യാറുള്ള ഇൻഷാ അല്ലാഹ്. ഹാജിയെ പൊക്കി പറയുന്നതല്ല, മനോഹരമായ ഓതിലാണ് ഹാജിയോട്. അൽ ഹജ്ജ് അഷ്ഹുറുൻ മഅലൂമാത്ത്. മാഷാ അല്ലാഹ്, സത്യം പറയാണ്, അത് എനിക്ക് ഒന്നും വിചാരിച്ചില്ല, ഉള്ള പറയുന്നത് തുറന്നു പറയണം. നിയമപ്രകാരം ഓതുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. വളരെ മനോഹരമായിട്ട് ഓതി. സഹോദരങ്ങൾ, നമ്മൾ നിർബന്ധം പിടിക്കണം. മക്കത്തെ ഇമാമും മദീനത്തെ ഇമാമും നമ്മൾ അവരോട് മത്സരിക്കേണ്ടതാണ്. അതുപോലെ ഓതാൻ വേണ്ടി മത്സരിക്കണം, വാശി പിടിക്കണം. നമ്മൾ നന്നായിട്ട് ഖുർആൻ ഓതണം, സംഗീതമായിട്ട് ഓതണം, സഹോദരിമാർ ഓതണം. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഹാഫിളാകാൻ എല്ലാവർക്കും നീയത്തോടെ ഇൻഷാ അല്ലാഹ്. വളരെ എളുപ്പത്തിൽ പറ്റിയ സഹോദരങ്ങൾ, ദിവസം 1 പേജ് നിങ്ങൾ 50 പ്രാവശ്യം വീതം ഓതാവോ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹാഫിളായിരിക്കും. 1 പേജ് സുബഹിക്ക് മുമ്പ് 5 പ്രാവശ്യം, സുബഹിക്ക് ശേഷം 5 പ്രാവശ്യം, ളുഹറിന് മുമ്പ് ശേഷം, അസറിന് മുമ്പ് ശേഷം, അതിനുശേഷം ഇശായ്ക്ക് മുമ്പ് 50 പ്രാവശ്യം ഓതി ഹാഫിളാകും. എറണാകുളത്ത് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഇന്ന് ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ദീനിന്റെ ഇൽമ് പഠിക്കും, ദീനിയ അറിവുകൾ പഠിക്കുന്നവരാകും. നമ്മൾ ദീനിന്റെ കാര്യം പഠിക്കും. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇബാദത്തുകളിൽ പ്രത്യേക നിഷ്ഠ കാണിക്കും, തീരുമാനമെടുക്കും. അൽഹംദുലില്ലാഹ്, എല്ലാവരും നമസ്കാരമുള്ളവരാണ്, നോമ്പുള്ളവരാണ്. നമ്മൾ സക്കാത്ത് കൊടുക്കും, ഫർദായ കാര്യങ്ങൾ ചെയ്യും, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യുകയും അതിൽ നിഷ്ഠ കാണിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ചും ഫർദ് നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുമെന്ന് പുരുഷന്മാരും യഥാസമയത്ത് നമസ്കരിക്കുമെന്ന് ഹജ്ജുമ്മമാരും തീരുമാനമെടുക്കണം. നിങ്ങൾ മക്കത്ത് മദീനത്തും ചെയ്ത വലിയ നന്മ എന്താണ്? ഒന്നുമില്ല. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് പള്ളി വരുമായിരുന്നു. അള്ളാഹുവിൻ്റെ വീട്ടിൽ നിങ്ങൾ അവിടെ കയ്യും കെട്ടി ഇരിക്കുമായിരുന്നു. ഇൻഷാ അല്ലാഹ് മരണം വരെയും നമ്മൾ ആ രീതിയിൽ മസ്ജിദുകളുമായി ബന്ധപ്പെടുമെന്ന്, ഉമ്മമാര് മുസല്ലകളുമായി ബന്ധപ്പെടുമെന്ന് നിയ്യത്ത് ചെയ്യും. നിങ്ങൾ കല്യാണങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നു, പക്ഷെ ആദ്യത്തെ വാശി, മോളെ എനിക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം. നിങ്ങളെപ്പറ്റി ആളുകൾക്ക് തീരുമാനം വേണം. വാപ്പയെ കൊണ്ടുപോകണമോ? വാപ്പയ്ക്ക് നിസ്കാരത്തിൽ നിർബന്ധം വേണം. ഉമ്മയെ കൊണ്ടുപോകണമോ? നിസ്കരിക്കാൻ നിർബന്ധമാണ്. ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ മസ്ജിദുകളുമായി നമ്മൾ എടുക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടുകാരെ നമ്മൾ സ്വീകരിക്കും. നല്ല കൂട്ടുകാർ 2 എണ്ണമാണ്. ഒന്ന് ജീവിച്ചിരിക്കുന്നവർ, നമ്മളിൽപ്പെട്ട നല്ലവർ, ആലിമീങ്ങളുണ്ട്, പടച്ചവൻ്റെ ഇഷ്ടദാസന്മാരുണ്ട്. അല്ലാഹു തആല ഹജ്ജിലൂടെ നിങ്ങൾക്ക് കൂട്ടുകാരികളെ തന്നു കാണും. നിങ്ങൾ അവരെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കും, അവരുടെ കൂട്ടത്തിൽ കുറച്ചു നേരം പോയി ഇരിക്കും. പ്രത്യേകിച്ചും അവരുടെ മജ്ലിസുകളെ പ്രയോജനപ്പെടുത്തും. ജുമുഅയ്ക്ക് മുമ്പുള്ള പ്രസംഗം അറിവിൻ്റെ പ്രസംഗമല്ല, ആലിമീങ്ങളുടെ കൂട്ടത്തിൽ സഹവസിക്കലാണ്. നമ്മൾ കുറച്ചു നേരം പോയി ഇരിക്കും. ഇതാണ് ഒന്നാമത്തെ സഹവാസം. രണ്ടാമത്തെ സഹവാസം, അള്ളാഹുവിൻ്റെ കൂട്ടത്തിൽ സഹവസിക്കും. അതായത് അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മൾ ചൊല്ലും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ സഹവസിക്കും. സലാത്ത് ചൊല്ലും, 100 പ്രാവശ്യം സലാത്ത് ചൊല്ലും. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കും. 2 കാര്യങ്ങൾ എത്ര വായിച്ചാലും നമുക്ക് മതിവരാത്തതും ഉയർന്ന സഹവാസം ലഭിക്കുന്നതുമാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത അള്ളാഹുവിൻ്റെ സഹവാസം. 2, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വായിച്ച് ആദരവായ റസൂലുമായിട്ടുള്ള സഹവാസം നിബിധങ്ങളുടെ കൂട്ടത്തിൽ കഴിയും. ഈ കാലഘട്ടത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ കഴിയാനുള്ള വഴിയാണ്. തഖ്വ ഉണ്ടാക്കാനുള്ള 4ാമത്തെ മാർഗം ഈ പറഞ്ഞു തന്നെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മരണത്തെപ്പറ്റി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെപ്പറ്റി ഓർക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കും, നമ്മൾ കണ്ണുകൂട്ട്.
നമ്മൾ മരിക്കുകയാണ്. നമ്മുടെ മക്കളും കുടുംബവുമെല്ലാം കരയുന്നു. പക്ഷെ നമ്മൾ നമ്മളുടെ കാര്യത്തെപ്പറ്റി ചിന്തിക്കണം. അതിനുശേഷം നമ്മളെ കുളിപ്പിക്കുന്നു, നമുക്കിവിടെ ഖബർ തയ്യാറാക്കപ്പെടുന്നു, ഖബറിലേക്ക് നമ്മളെ കൊണ്ട് വെക്കപ്പെടുന്നു, മഹ്ശറിൽ ഏകരായിട്ട് എഴുന്നേൽക്കുന്നു, അള്ളാഹുവിന് മുമ്പിൽ പോയി നിന്ന് കണക്ക് പറയുന്നു. ഇടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നു. സിറാത്ത് പാലത്തിന് മുകളിലൂടെ പോകുന്നു. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ, നരകത്തിൻ്റെ ഗൗരവം ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇരുന്ന് ചിന്തിക്കും. മുറാഖബ എന്ന് പറയും. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ആലോചിക്കും. ഈ 4 കാര്യം കൊണ്ട് സഹോദരങ്ങളെ നമുക്ക് തത്വമുണ്ടാകുന്നതാണ്. ഈ 4 കാര്യം കൊണ്ട് നമ്മൾ പടച്ചവരിലേക്ക് അടുക്കുന്നതാണ്, പടച്ചവരിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ സമ്പൂർണരായ നിലയിൽ ഒന്നുമല്ലെങ്കിലും അതിലേക്ക് നീങ്ങുന്ന നിലയിൽ നമുക്ക് മരിക്കാൻ സാധിക്കും. ഞാനെൻ്റെ സംസാരം ഒരു സംഭവം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. ഒരു അമുസ്ലിമായ വ്യക്തി അദ്ദേഹത്തിന് അല്ലാഹു തആല എങ്ങനെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം വിട്ടുകൊടുക്കുകയുണ്ടായി. സ്നേഹം വല്ലാത്തൊരു കാര്യമാണ്. ഒരു വസ്തുവിനോട് സ്നേഹം വന്നാൽ അറിയാതെ ഉള്ളിൽ ഉണ്ടായിത്തീരും. ആ മുസ്ലിമിന് ചെറുപ്പം മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം. ഉസ്താദുമാരെ മജ്ലിസിൽ വന്നിരിക്കും, നബിതങ്ങളെ പറ്റിയുള്ള ബുക്കുകൾ വായിക്കും. അദ്ദേഹം അവസാനം ദീനിൽ പ്രവേശിച്ചു. ദീനിൽ പ്രവേശിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് വലിയ ആഗ്രഹം, എനിക്ക് മദീനയിൽ പോകണം. അള്ളാഹു നമുക്കും ആഗ്രഹം തരുമാറാകട്ടെ. മദീനയിൽ കഴിയണം, അവിടെ മരിക്കണം. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യും, എപ്പോഴും ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആലയുടെ അനുഗ്രഹം, അദ്ദേഹം മദീനയിലെത്തി. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. മദീനയിലെത്തി. കുടുംബത്തെയും മദീനയിൽ കൊണ്ടുവന്നു. എല്ലാവരുമായി ഒരുമിച്ച് കഴിയുകയാണ്, സന്തോഷത്തിൽ കഴിയുന്നു. വളരെ അകാരണമായ ഒരു കാരണത്തിൻ്റെ പേരിൽ ഒരു കേസിൽ അദ്ദേഹത്തിനെ കുടുക്കി അദ്ദേഹത്തിന് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് നാട് കടത്തുന്നു. ഒരു കാരണവുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എല്ലാം ഒന്നുമല്ലാത്തൊരു കാരണത്തിൽ അദ്ദേഹത്തിന് കുടുക്കി. പ്രത്യേക അവസ്ഥകളാണ്. ആളുകൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുമല്ലോ. അദ്ദേഹത്തിന് കുടുക്കി നാട്ടിലേക്ക് അദ്ദേഹത്തിന് മടക്കുന്നു. നാട്ടിൽ വന്ന് അദ്ദേഹം യാതൊരു പ്രയാസവും നിരാശയും ഒന്നുമില്ലാതെ അള്ളാഹുവിനോട് കരഞ്ഞ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ഒരു കാര്യം അദ്ദേഹം ചെയ്തു. മദീനയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത്, അവസാനമായി മടങ്ങുന്ന സമയത്ത്, അന്ന് രാത്രി അദ്ദേഹത്തിന് വല്ലാത്ത ചിന്തയും കണ്ണുനീരൊക്കെ വന്നു. അദ്ദേഹം ചെറിയൊരു കുറിപ്പെഴുതുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ദൂതരെ, എനിക്ക് അങ്ങയുടെ അരികിൽ നിന്ന് പോകാൻ മനസ്സില്ല, പക്ഷേ നിർബന്ധിതനായി ഞാൻ പോകേണ്ടി വരുന്നു. ഞാൻ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, അങ്ങയോട് മാപ്പ്. ഒരു കവിത അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എഴുതി സിയാറത്ത് ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം അതിനുള്ളിൽ ഇടുകയുണ്ടായി. പാതിരാത്രി പോയി, അന്ന് ഇത്ര തിരക്കൊന്നുമില്ല. പാതിരാത്രി അദ്ദേഹം പോയിട്ട് ആ വലയുടെ ഉള്ളിലേക്ക് അദ്ദേഹം ഇടുകയുണ്ടായി. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം സഹോദരങ്ങളെ, അവിടെയുള്ള സാധനങ്ങൾ വൃത്തിയാക്കുന്നവർ, ആ വൃത്തിയാക്കുന്ന ആളുകൾ, അവരുടെ കയ്യിൽ ഇത് കിട്ടി. അവരത് ഭ്രാന്തൻ്റെ ജൽപ്പനമാണ് എങ്കിലും ഒരു അത്ഭുതകരമായ കാര്യമാണെന്ന് വിചാരിച്ച് അവരത് മാറ്റിവെച്ചു. പിന്നീട് അവിടെയുള്ള പണ്ഡിതന്മാർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഇങ്ങനെ കത്ത് കിട്ടിയിരിക്കുന്നു. ആ പണ്ഡിതന്റെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത വന്നു. അദ്ദേഹം ഈ കത്ത് അന്നത്തെ സൗദി രാജാവായ ഫഹദ് ബിൻ അബ്ദുൽ അസീസിന് എത്തിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ സമയത്ത് ഇത്ര നാടിനുള്ളിൽ ഡേറ്റ് എഴുതി, ഈ നാടിനുള്ളിൽ ഇവിടെ നാട് കടത്തപ്പെട്ട ഇന്ന വ്യക്തിയുടെ രേഖകൾ മുഴുവനും വേണം, നാട്ടിലെ മുഴുവൻ രേഖകളും വേണമെന്ന് അദ്ദേഹം പറയുകയും, എന്നിട്ട് ഫഹദ് രാജാവ് നേരിട്ട് ഇദ്ദേഹത്തിന് വിളിച്ച് ഇദ്ദേഹത്തെയും കുടുംബത്തെയും അദ്ദേഹത്തിന് അതിഥിയായി നേരെ മദീന മുനവ്വറയിലേക്ക് വിളിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വീണ്ടും മാറ്റമൊന്നുമില്ല, സാധാരണ പോലെ കഴിഞ്ഞു. അദ്ദേഹം അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇദ്ദേഹം ഈ സമയത്ത് ഇവിടെ റമദാൻ മാസമാണ്. റമദാൻ മാസം ആരംഭിച്ചു. ഇദ്ദേഹത്തിന് വല്ലാത്ത ആവലാതി വേവലാതിയും വന്നു. മദീന മുനവ്വറയിലാണ് നോമ്പ് പിടിക്കുന്നത്, റൗള ഷരീഫിലാണ് നോമ്പ് തുറക്കുന്നത്. എനിക്കവിടെ പോകണം, പക്ഷെ പോകാൻ യാതൊരു വഴിയുമില്ല. എന്നെ നാട് കടത്തപ്പെട്ടു. റമദാൻ 19 അദ്ദേഹത്തിന് ഫഹദ് രാജാവിൻ്റെ ഫോൺ വരുന്നു. അദ്ദേഹം 20 അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ പോയി അദ്ദേഹം കുടുംബത്തെ എല്ലാം സെറ്റിലാക്കി റമദാൻ 27 രാവിലെ അദ്ദേഹം റൗള ഷരീഫിൽ നോമ്പ് തുറക്കുന്നു. അവിടെ തന്നെ ആൾ മരിച്ചു വീഴുന്നു.
ഇതാണ് സഹോദരങ്ങളെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രേമമാണ്, അനുരാഗമാണ്, ഒരു ഉള്ളിലുള്ള കത്തലാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കണം, ആദരവായ റസൂലിലേക്ക് അടുക്കണം, ആ വഴിയിലായി ജീവിക്കണം, ആ വഴിയിലായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയാകണം. അതിനോടുകൂടി റഹ്മാനായ റബ്ബിൻ്റെ വലിയ കരുണയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് വലിയ അറിവോ അല്ലെങ്കിൽ വലിയ കഴിവോ ഒന്നുമില്ല. അല്ലാഹു തആല നമ്മളെ പരിശുദ്ധമായ മശായികളിൽ കൂടി യാത്ര ചെയ്യിപ്പിച്ചു. പടച്ചവൻ്റെ തൗഫീഖാണ്, കഴിവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് നമ്മളുടെ ഭാവി നന്നാക്കാൻ ഒരു പ്രയാസവുമില്ല. അള്ളാഹു എല്ലാം എളുപ്പമാക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നല്ല നീയത്തെടുക്കും. വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. വലിയ ഹജ്ജിന് പോകേണ്ടവരാണ് നമ്മൾ. അതിനുവേണ്ടി ഒരുങ്ങണം. ആ ഒരുക്കം തഖ്വയാണ്. തഖ്വ എന്നാൽ നമ്മൾ ദീനിൻ്റെ ഇൽമുമായി ബന്ധപ്പെടണം, ഖുർആനും ഹദീസും പഠിക്കണം, നല്ല സഹവാസ ബന്ധങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ മരണത്തെപ്പറ്റി ചിന്തിക്കണം, ഫർദുകളിൽ നിഷ്ഠ കാണിക്കണം, സുന്നത്തുകളോട് താല്പര്യം കാണിക്കണം. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആലിമാകാൻ ബുദ്ധിമുട്ടാണ്, ഹാഫിളാകാൻ ബുദ്ധിമുട്ടാണ്, അള്ളാഹുവിന് വലിയാകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് കാലെടുത്ത് വെച്ചാൽ മതി, അള്ളാഹു കയ്യിൽ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അള്ളാഹു ഈ കൂട്ടത്തെ കബൂലാക്കുമാറാകട്ടെ. മാഷാ അള്ളാഹ്, ബഹുമാനപ്പെട്ട ഹാജിയാർ ധാരാളം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഉമ്മയുടെ പേരിൽ സ്ഥാപിച്ച ഈ സ്കൂളിൽ നമ്മളെ കൊണ്ട് നിർത്തുകയുണ്ടായി, നമ്മളെ ഇരുത്തുകയുണ്ടായി. സുഖമായിട്ട് അദ്ദേഹത്തിന് ഓഡിറ്റോറിയം എടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അത് ഞാൻ ചിന്തിക്കാം, ഈ വെപ്രാളത്തിലെല്ലാം കൂടെ കൂട്ടിക്കെട്ടി എന്തിനാണ്? ഇതുമൊരു കാര്യമാണ് സഹോദരങ്ങളെ. വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നവരാകി നമ്മൾ ദീനിയായ സ്കൂളുകൾ സ്ഥാപിക്കൽ, മദ്രസകളുമായി ബന്ധപ്പെടൽ. നമ്മൾ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ പക്ഷം ഇത്തരം സ്കൂളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഭാഗവാക്കാകെ, എന്നിട്ട് നമ്മൾ ദീനിൻ്റെ പരിശ്രമങ്ങളുമായി നമ്മൾ ബന്ധപ്പെടൽ. ഈ പറയപ്പെട്ട എല്ലാം ഉണ്ടാകാനുള്ള വഴിയാണ് നമ്മളെല്ലാവരും ദീനിൻ്റെ എന്തെങ്കിലും പരിശ്രമങ്ങളുമായി ബന്ധപ്പെടൽ. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ഈ സ്ഥാപനത്തെ കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു, പിതാവിന് പരിപൂർണ്ണ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല നിയ്യത്തുകളെടുത്ത് ഇതിൻ്റെ സമാപനത്തിന് വളരെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് വീടുകളിലേക്ക് മടങ്ങി നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം ഈ പറയപ്പെട്ട വലിയ ഹജ്ജിലേക്ക് അങ്ങേയറ്റം ഈമാനോടെ ഇഹ്തിസാബോടെ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നായകൻ, വിശ്വത്തിൻ്റെ വസന്തം, ഈ അനുഗ്രഹങ്ങളുടെ എല്ലാ കാരണക്കാരൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് സലാമുകൾ. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. കുറച്ചു നേരം മദീനയിൽ ഇങ്ങനെ ഇരുന്നത് പോലെ തോന്നി. മദീനയിലും മക്കയിലുമായിട്ട് സമയം കഴിഞ്ഞു പോയതുപോലെ തോന്നി. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും കൊടുക്കുമാറാകട്ടെ. ഇസ്സത്തും അന്തസ്സും പ്രതാപവും എല്ലാം അദ്ദേഹത്തിന് നമുക്കും ഭാവി കോരി നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് ഏകദേശം 20-21 ഹജ്ജിന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ചില അടുത്ത വർഷങ്ങളിൽ സുഖമില്ലാത്തതിന്റെ പേരിൽ വരാൻ പറ്റിയില്ല. ഒരുപാട് അനുഭവങ്ങൾ ഹജ്ജിന്റെ മാർഗത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാനും കേൾക്കാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആദരവ് പ്രവേശിക്കുക. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه. أعوذ بالله من الشيطان الرجيم.
ബഹുമാനമുള്ള ഹാജിമാരെ, ഹാജിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലും അല്ലാഹു ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മൾ എല്ലാവരും മിക്കവാറും അധികം ആളുകളും ഹാജിമാരാണ്, ഹാജമാരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല അത്ഭുതങ്ങൾ നാം കണ്ടുവന്നവരാണ്. അതിൽപ്പെട്ട ഒന്ന് അല്ലാഹുവിന്റെ കഅബാലയം. എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ 10, 70, 80 വർഷം വരെ അല്ലാഹുവിന്റെ കഅബാലയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ച നമ്മൾ അല്ലാഹുവിന്റെ കഅബാലയം നേരിട്ട് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി. അൽഹംദുലില്ലാഹ്, ഇത് വലിയ ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സഫിൽ നിന്ന് നമസ്കരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി. മറ്റൊരു കാഴ്ച ലോകത്തെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച, പരിശുദ്ധമായ മദീനയിൽ പോലും ഇല്ലാത്ത ഒരു കാഴ്ച. നമ്മൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ കഅബാലയത്തിന്റെ മുന്നിൽ നമ്മൾ നമസ്കരിച്ചപ്പോൾ എല്ലാവരും കിഴക്കുള്ളവർ പടിഞ്ഞാറോട്ടും പടിഞ്ഞാറുള്ളവർ കിഴക്കോട്ടും തെക്കുള്ളവർ വടക്കോട്ടും വടക്കുള്ളവർ തെക്കോട്ടും നമസ്കരിച്ച ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത് പരിശുദ്ധമായ മക്കത്തുൽ മുകറമിലല്ലാതെ വേറെ ഒരു ഭാഗത്തും ഇങ്ങനെയുള്ള നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. നമ്മൾ ഇബ്രാഹിം മഖാം കണ്ടു. എന്താണ് ഇബ്രാഹിം മഖാം? അതൊന്നും പറയാനുള്ള സമയമില്ല. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അതിന്റെ പിന്നിൽ നമസ്കരിക്കണം. നമ്മൾ നമസ്കരിച്ചവരാണ്. അതിന്റെ പിന്നിൽ നിങ്ങൾ ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ നമ്മൾ നമസ്കരിച്ചവരാണ്. ഉള്ളിൽ എന്ന് പറയുമ്പോൾ പലർക്കും സംശയം തോന്നും. നമുക്ക് കഅബാലയത്തിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റുകയില്ല.
കഅബാലയത്തിന്റെ ഉള്ളിൽ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പലരും പല സംശയങ്ങളും. അവിടെ കഅബാലയത്തിന്റെ ഉള്ളിൽ എങ്ങനെ നമസ്കരിക്കുന്നത്? അത് അറബികൾക്കും മന്ത്രിമാർക്കും വലിയ വലിയ രാജാക്കന്മാർക്കും ഒക്കെ ഇല്ല കഅബാലയത്തിൽ നമസ്കരിക്കുന്നത്. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമുക്ക് ഹാജിമാർക്കും ഹാജമാർക്കും കഅബാലയത്തിന്റെ ഉള്ളിൽ നമസ്കരിക്കാൻ ഒത്തില്ലെങ്കിൽ ഒരു സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിരിക്കുന്ന ഇത്രയും സ്ഥലങ്ങൾ ഹിജ്റുൽ ഇസ്മാഈൽ എന്ന് പറയും. നമ്മളെല്ലാവരും കണ്ടവരാണ്, നമസ്കരിച്ചവരാണ്, ദുആ ചെയ്തവരാണ്, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. ആ പരിശുദ്ധമായ സ്ഥലത്ത് നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവേ, നമ്മൾ ആ വെള്ളപ്പഴം ഒരു അല്പം വെള്ളം കുടിക്കും, സംസം വെള്ളം. അല്ലാഹുവേ, 10-35 ദിവസം നല്ല സുന്ദരം എപ്പോഴും സംസം വെള്ളം. ഭൂമിയിലുള്ള വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ്. അത് നമ്മൾ എത്രമാത്രം കുടിച്ചു കാണും സഹോദരന്മാരെ. അത് കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി. പരിശുദ്ധമായ അറഫ, മിന, മുസ്ദലിഫ അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ കുറിച്ചുള്ള ഇബാദത്തിൽ നമ്മൾ മുഴുകി അവിടെ വെച്ചുള്ള ദുആയിലെല്ലാം നമ്മൾ പങ്കെടുത്തവരാണ്. എന്റെ ബഹുമാനമുള്ള ഹാജിമാരെ, ഹാജമാരെ, നമ്മൾ ചെയ്തിട്ടുള്ള ആ പുണ്യമായ സ്ഥലങ്ങളിലൊക്കെ ചെയ്ത ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ധാരാളം കാര്യങ്ങൾ പറയുമ്പോൾ സ്ഥലമാരൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ നീട്ടുന്നില്ല. പിന്നെ നമുക്കൊരു ഭാഗ്യം കിട്ടിയത് പരിശുദ്ധമായ പ്രവാചക പ്രഭു മദീന മുനവ്വറയിൽ പോകാനുള്ള ഒരു ഭാഗ്യം. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. നമ്മളെക്കാൾ എത്രയോ കഴിവുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ, സമ്പത്തുള്ള ആളുകൾ പരിശുദ്ധമായ മക്കയിൽ പോകാൻ പോലും ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. മദീനയിൽ പോകാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. പരിശുദ്ധമായ ഈ സ്ഥലങ്ങളിൽ പോയി ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാനുള്ള ഒരു ഭാഗ്യം ചെയ്യാതെ മരണപ്പെട്ടു പോയ എത്രയോ ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ മരണപ്പെട്ടു പോയാൽ അവർ മുസ്ലിമായി ഈ ലോകത്ത് മരിക്കാൻ സാധ്യമല്ല. നമ്മൾ സമ്പത്തെല്ലാം ധാരാളം കൂട്ടിവെച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ശരീരത്തിന് പോലും ചെയ്യാതെ, നമ്മുടെ ഫർളുകൾ പോലും വീട്ടാതെ, അതും കൂടി സമ്മാനിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ വെറും കൈയോട് ഫക്കീറായ നിലയിലാണ് പല സമ്പന്നന്മാരും ഖബറിലേക്ക് പോകുന്നത്. എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, എന്താ ഖബർ? പ്രവാചകൻ പറഞ്ഞു, ഒന്നുകിൽ ഖബർ സ്വർഗ്ഗത്തോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നരകം. ഇതാണ് ഖബർ. അവിടെ നമ്മൾക്ക് കിടക്കേണ്ടി വരാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിധികൾക്ക് അനുസരിക്കാതെ, പരിശുദ്ധമായ ഹജ്ജുകൾ നിർവഹിക്കാതെ ഒരാളിനും ഖബറിൽ സ്വസ്ഥത കിട്ടുകയില്ല. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള സഹോദരന്മാർ, നിങ്ങളൊക്കെ എല്ലാവരും ഹാജിമാരാണ്, ഹജ്ജുമാരാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കാര്യം പരിശുദ്ധ കഅബാലയത്തിന്റെ മഹത്വം, ഹജ്ജിനെ കുറിച്ചുള്ള മഹത്വം, സിയാറത്തിനെ കുറിച്ചുള്ള മഹത്വം, ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ,
നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ടവർ, നമ്മുടെ അയൽവാസികൾ, ഇങ്ങനെയുള്ള ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആളുകളോട് മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ ഒരാൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പെട്ടെന്ന് ചെയ്തുകൊള്ളട്ടെ, അവൻ ധൃതി കാണിച്ചുകൊള്ളട്ടെ, ആ വർഷം തന്നെ ചെയ്തുകൊള്ളട്ടെ. എന്താ കാര്യം? ഒന്നെങ്കിൽ ഈ സമ്പത്ത് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇയാൾ രോഗിയാകാം, അല്ലെങ്കിൽ ഇയാൾ മരണപ്പെടാം. ഹജ്ജിന് പോകാനുള്ള ഈ സമ്പത്തുകളെല്ലാം വെച്ചിട്ട് ഈ 3 കാര്യം സംഭവിച്ചു പോയാൽ അല്ലാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയാൻ ഏറ്റവും ചെയ്യും. അതുകൊണ്ട് ഒരാൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചാൽ അതിനുള്ള സൗകര്യം എല്ലാം എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ ഹജ്ജ് ചെയ്തേക്കണം. എപ്പോഴാണ് മരണമെന്ന് നമുക്കറിയില്ല, എപ്പോഴാണ് നമുക്ക് രോഗം പിടിക്കുന്നത് നമുക്കറിയില്ല, എപ്പോഴാണ് ഈ പണം തീരുന്നത് പോകുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മളോടൊപ്പം ഹജ്ജിന് വന്ന ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള എല്ലാവരോടും ഈ വിവരം ഒന്ന് സൂചിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമ്മൾ പ്രവാചകൻ പറഞ്ഞു, എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണ്. ആ സ്വർഗത്തോപ്പിൽ പ്രവേശിച്ച നമ്മൾ, അല്ലാഹു നമ്മളെ ആരെയും നരകത്തിൽ കടത്തുകയില്ല. എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് പറഞ്ഞാൽ, എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണ്. ആ സ്വർഗത്തോപ്പിൽ പ്രവേശിച്ച ആളിനെ അല്ലാഹു നരകത്തിൽ കടത്തുകയില്ല. അതുപോലെ നബിയുടെ ഖബർ സിയാറത്തും ചെയ്യാൻ നമുക്ക് തൗഫീഖ്. ഇതൊക്കെ വലിയ മഹാഭാഗ്യമാണ്. അതുപോലെ ബഹുമാനമുള്ള സഹോദരന്മാരെ, ഹജ്ജ് എപ്പോഴും ചെയ്യാവുന്ന കാര്യമാണ്. ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ്. ഈ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഹജ്ജ് നല്ലതുപോലെ ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രൂപ്പുകളാണ്. എന്റെ അനുഭവം പറയാണ്. ഞാൻ ആദ്യമേ ഹജ്ജ് കമ്മിറ്റിയിലാണ് ഹജ്ജിന് പോയി. ഞങ്ങൾ 6 പേര് കൂടി ഹജ്ജിന് പോയി. 4 പേര് ഒരു റൂമിൽ, പാതിരാ സമയത്ത് മക്കയിൽ ഒരു റൂമിൽ 4 പേരെ ആക്കി. ഞാനും കമറുദ്ദീൻ മൗലവിയും ഉമറും മൗലവിയും ഞങ്ങളോടൊപ്പം 3 പേർ. അങ്ങനെ ഞങ്ങളെ 2 പേരെയും പാതിരാ സമയത്ത് ഒരു റൂമിലാക്കി. ബാക്കി 4 പേരെ വേറൊരു റൂമിലോ. എവിടെയാണെന്ന് അല്ലാഹു എന്റെ അനുഭവം പറയും. പിന്നെ ഞങ്ങളെ എന്നോടൊപ്പം വെട്ടിരിക്കുകയാണ് 3 പേര്. അവരെ നോക്കിക്കോളാം. അല്ലാഹുവേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ അവസ്ഥ 2-3 ദിവസം വരെ ഒരു അറിവില്ല. എവിടെയാണ് അവരെവിടെയാണ്, ഞങ്ങൾ എവിടെയാണ്? പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചായി. ഇപ്പോൾ ഗ്രൂപ്പുകളാണ് ഏറ്റവും ഹൈർ. അതുകൊണ്ട് ഹജ്ജിന് എപ്പോഴും ചെയ്യാവുന്ന ഇബാദത്തല്ല. ഒറ്റ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായ ഇബാദത്താണ് ഹജ്ജ്. അത് നല്ലതുപോലെ ചെയ്യണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പെന്ന് ഞാൻ പറയില്ല, എപ്പോഴും ഏതും ഗ്രൂപ്പുകളാണ് നല്ലത്. ഈ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് 10-30ഓളം ഹജ്ജുകൾ ചെയ്ത ഹാജിമാരാണ്, അമീറന്മാരാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. 10-30 ഹജ്ജ് ചെയ്ത അമീറത്താണ് നിങ്ങളോടൊപ്പം വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ എല്ലാവരുടെയും ഹജ്ജുകളും ഉംറകളും സിയാറത്തുകളും എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പുരുഷന്മാർ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചിട്ട് വന്ന് ഭക്ഷണം കഴിച്ച് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സ്ത്രീകൾ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമസ്കരിക്കാം.